ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാലും ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ പ്രിൻസിപ്പിൾ എന്താണെന്നും എന്നാൽ അത് ട്വിൻ ഫ്ലെയിമിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അതിനെക്കുറിച്ച് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ കേൾക്കുന്ന എല്ലാവർക്കും അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് അറിയാം. എങ്കിലും ഞാൻ ഒന്ന് പറയാം. നമ്മൾ ഒരു ആഗ്രഹത്തിനെ അല്ലെങ്കിൽ നമുക്ക് ഒരു ആഗ്രഹം അല്ലെങ്കിൽ തോന്നി അത് നമ്മൾ ആഗ്രഹിക്കുക. ഒരു കാറ് വേണം, ഇന്ന കമ്പനിയുടെ പുതിയ ഇറങ്ങുന്ന ആ ഒരു രീതിയിലുള്ള കാറ് വേണം, അല്ലെങ്കിൽ ഒരു വീട് വേണം, വീട് വയ്ക്കണം, അല്ലെങ്കിൽ ഒരു ജോലി. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ ഇത്രയും വെച്ചിട്ട് എനിക്ക് ഇന്ന ഇതിലുള്ള ജോലി തന്നെ വേണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഒരാഗ്രഹത്തിനെ സെറ്റ് ചെയ്യുക നമ്മളുടെ മനസ്സിൽ. പിന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എല്ലാം വെച്ച് അത് ചെയ്യുക. അതിനുശേഷം വിത്ത് സീറോ എക്സ്പെക്റ്റേഷൻ നമ്മൾ അതിനെ അങ്ങ് കളയുക, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് അതങ്ങ് കൊടുക്കുക. അപ്പോൾ ഇത് 3 പോയിന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം, ദ ഡിസയർ. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഫ്യൂലിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എല്ലാം ചെയ്തത്. പിന്നെ മൂന്നാമത്തേത് എന്ന് പറയുന്നത് സീറോ എക്സ്പെക്റ്റേഷൻ, ഡ്രോപ്പിംഗ് ദ ബോൾ. അപ്പോൾ ഇത് 3 പോയിന്റ് കണക്ട് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്തങ്ങ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതങ്ങ് പോകുമ്പോൾ അതെങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് 100 മേനിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് ചെന്ന് ഹിറ്റ് ചെയ്യും. കാരണം നമ്മൾ ആഗ്രഹിച്ചതിന് ശേഷം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അയ്യോ നടക്കുന്നില്ലല്ലോ, എപ്പോഴാണ് നടക്കുക, പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ വീട് വെക്കണമെന്ന് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കാറിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും പിന്നെ അതങ്ങ് വിട്ടുപോയതെങ്കിൽ അതങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലതപ്പെടാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് അങ്ങ് പോകുമ്പോഴാണ് ഈ എനർജി മാനിഫെസ്റ്റേഷൻ്റെ നിങ്ങൾ കൊടുത്തുവിട്ട ആ എനർജി ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ ചെന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം ആ എനർജി നിങ്ങളുടെ ഹാർട്ട് സ്പേസിലേക്ക് വരും. ഇതൊന്നും നമ്മളറിയില്ല. നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ കർമ്മങ്ങളിലേക്ക് നടന്നു പോയി കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ ആ പർട്ടിക്കുലർ സമയം വരുമ്പോൾ യൂണിവേഴ്സിന് നിങ്ങൾക്ക് ആഗ്രഹം തരണം എന്ന് തോന്നുമ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ട്രയാങ്കിൾ ഷേപ്പിൽ. അങ്ങനെ അതിൻ്റെ സ്പീഡ് കൂടി വരുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ആ ഷേപ്പ് അങ്ങ് മാറിയിട്ട് അതൊരു സർക്കുലർ ഷേപ്പിലായിട്ട് അതിങ്ങനെ നല്ല ഫാസ്റ്റായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ഇറ്റ്സ് എ സൈക്കിൾ. എന്ത് സൈക്കിൾ? നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹത്തിന് കൊടുത്ത എഫേർട്ട്, അത് കഴിഞ്ഞ് സീറോ എക്സ്പെക്റ്റേഷനിലേക്ക് അതിനെ വിട്ട് കളഞ്ഞത് എല്ലാം കൂടി ചേർത്ത് ഒരു സർക്കിൾ ഇങ്ങനെ വലിയ സ്പീഡിൽ ഇങ്ങനെ കറങ്ങി ആ എനർജി നമ്മളുടെ ഹാർട്ട് സ്പേസിലേക്ക് വരികയും അതിൻ്റെ കൃത്യസമയത്ത് ആ മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ. ഇനി ഇത് ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു മെക്കാനിസം വർക്കൗട്ട് ആവില്ല. ഒരുപാട് പേരും ഈ ഒരു രീതിയിൽ ഈ ഒരു മാനറിസം മെക്കാനിസം അല്ലെങ്കിൽ വൈലറ്റ് ലൈറ്റ് ചാൻഡിങ് അല്ലെങ്കിൽ മിറർ ടെക്നിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പലയിടത്തുനിന്നും കേട്ടിട്ടും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ട്വിന്നിനെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് സാധിക്കില്ല. കാരണം എന്തുവാണെന്ന് വെച്ചാൽ അതിൻ്റെ പരമപ്രധാനമായ സത്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെയാണ്. ഒരു സോള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 2 ഫിസിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി, ആ ഒരു സോള് നമ്മളെ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്തെടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ
നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലെത്തുക. ഒരു 10 ദിവസം നിങ്ങളുടെ കൂടെ ഒരു 5-6 പേര് നിന്നിട്ട് 10 ദിവസവും ഒരേ ആഹാരം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ 3 നേരം ഒരേ ആഹാരം തരിക, അല്ലെങ്കിൽ ഈ സമയത്ത് ഉറങ്ങിയാൽ മതി, ഈ ഡ്രസ്സ് ഇട്ടാൽ മതി, ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി അത്ര ദൂരം വരെ പോയാൽ മതി, അല്ലെങ്കിൽ ഈ 10 ദിവസം പഠിക്കാൻ പോകണ്ട, TV കാണണ്ട എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും അവരിങ്ങനെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നും? ഈശ്വര, ഇത്രയും ബോറിംഗ് ആയിട്ടുള്ള ഈ 10 ദിവസം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടില്ല എന്ന് തോന്നും. ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും, ഒന്നും പൊട്ടിത്തെറിക്കാൻ പറ്റത്തില്ല, ഒന്നും മനസ്സിൽ വെക്കാനും പറ്റാത്ത ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലൂടെയാണ് ആ കടന്നു പോകുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോടും നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് ഡിസയർ സെറ്റ് ചെയ്തു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അതിനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ്. ദെൻ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അത് നടക്കില്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സോള് എന്താണോ അത് തന്നെയാണ് അവിടെ നിൽക്കുന്ന അതൊന്ന് ഡിവൈൻ ഫെമിനിൻ, ഒന്ന് ഡിവൈൻ മസ്കുലിൻ. അപ്പോൾ അവിടെ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ അല്ലെങ്കിൽ ആ ഹാഫിനെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ട്രിഗറിങ്. റണ്ണർ ചേസർ മോഡിലേക്ക് ഒക്കെ പോകും. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ കൊടുക്കുക, നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുക. ഞാൻ ഇത്രയും കാലം ജീവിച്ച് 10-25 കൊല്ലം 28 കൊല്ലം ജീവിച്ച ഈ വ്യക്തിക്ക് മൊത്തത്തിലൊരു മാറ്റം വരുത്താനൊരു ശ്രമം നടത്തുക. അതെങ്ങനെയാണ് ആ മാറ്റം വരുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ഈ 3 കാര്യങ്ങൾ ചേരുന്നതാണ് നാം ഓരോ വ്യക്തികളും. അത് ഫിസിക്കൽ ബോഡി നമുക്ക് കണ്ണുകൊണ്ട് കാണാം, ഈ 3D പ്ലാറ്റ്ഫോമിൽ അതിനെ അങ്ങ് മാറ്റി നിർത്താം. പിന്നെ ഉള്ളത് മൈൻഡ് എന്ന് പറയുന്നതാണ്. അതിന് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട്, ഇല്ല, അല്ലെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത, അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, അങ്ങനെ ഒരു 2 ഉത്തരം കിട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ സോൾ എന്ന് പറയുന്നത് അതിന് അങ്ങനെ ആ ഒരു 2 എന്നുള്ള ഒരു ഓഫ് ഓൺ പൊസിഷൻ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല. സോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് യു, അതിനെ മാറ്റിവെക്കാൻ പിന്നെ ഒന്നുകൂടെ ഇല്ല. അപ്പോൾ ആ യു എന്ന് പറയുന്ന ആ സോളിനെ നമ്മൾ പരിപൂർണമായിട്ടും പരിശുദ്ധമായിട്ടും സ്നേഹിക്കുക, എല്ലാ കെയറിങ്ങും കൊടുക്കുക. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല ചിന്താഗതി, നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഒരു പൂന്തോട്ടത്തിൽ എപ്പോഴും നമ്മൾ ഇരിക്കുന്നത് പോലെ അതിനെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് കൊടുക്കുക. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചോ നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന മറ്റുള്ളവരെ കുറിച്ചൊന്നും നമ്മൾ ബോധേഡാവണ്ട, ഓർക്കണ്ട. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അത് മെറ്റാഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അതിലൂടെയൊക്കെ കടന്ന് ഈ യു എന്ന് പറഞ്ഞ ആ സോളിനെ അവിടെ കൊണ്ട് സ്ഥാപിച്ച ഹയർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മാവിലേക്കാണ് നമ്മൾ നടന്നെത്തുന്നത്. അവിടെ ആ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. അങ്ങനെ ആ ഒരു കണക്ഷനിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മളുടെ സോൾ അത് എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ പൂർവ്വജന്മങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ജന്മത്തിൽ നിന്ന് വന്നത്, നമ്മളുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ശ്രമം നടത്തുക. അപ്പോൾ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ഹെവി ഗൈഡൻസ് അല്ലെങ്കിൽ ഇന്നർ നോയിങ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ അത്രത്തോളം നമ്മളുടെ ലെവലിൽ വളരെ ഷിഫ്റ്റിങ്, നമ്മളുടെ സോളിനൊരു ഇവോൾവിങ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഒക്കെ വന്ന് നമ്മളങ്ങ് ഹൈ ലെവലിലേക്ക് അങ്ങ് എത്തി മാറുമ്പോൾ, ഹൈ ലെവൽ വൈബ്രേഷനിലേക്കൊക്കെ അങ്ങ് മാറി നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ചുറ്റിനുള്ളത് എന്തിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. നമ്മൾ കഴിഞ്ഞാണ് വി ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും. ഞാൻ എന്ന് പറയുന്ന ഈ ശരീരവും അതിലുള്ള മനസ്സും അതിനകത്തിരിക്കുന്ന ആത്മാവും കൂടെ ചേരുന്ന ഞാനാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ബെസ്റ്റ് തിങ് എന്നുള്ള രീതിയിലേക്ക് എത്തും. അങ്ങനെ എത്തി ഈശ്വരനുമായിട്ട് ഒരു കണക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഫുൾഫിൽഡ്
രീതിയിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയാണെന്നും ആ ശക്തിയുടെ കുഞ്ഞാണെന്നും അപ്പോൾ എന്നെ ഈ ഭൂമിയിൽ ഈ ഒരു രീതിയിൽ ഒക്കെ കടത്തിവിട്ട് ഇവിടെ ഈ ഒരു ജന്മം തന്നപ്പോൾ അതിനൊരുപാട് കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യാൻ ഉണ്ടെന്ന് ഉള്ള ബോധ്യവും എന്നിൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ വളരെ പവർഫുള്ളായി വളരെ പോസിറ്റീവായി നമ്മൾ ട്വിൻ ഫ്ലെയിമിനെയൊക്കെ മറന്ന് എല്ലാ മെറ്റീരിയലായിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ നിന്നും ഡിറ്റാച്ചായി. ഇപ്പോൾ നമ്മളെല്ലാത്തിലും അറ്റാച്ച്ഡാണ്. അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ ഡിറ്റാച്ച്ഡായി. സൊസൈറ്റിയിൽ ഇഷ്യൂസ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, ഇതിൽ നിന്നെല്ലാം നമ്മൾ ഡിറ്റാച്ച്ഡായി നമ്മുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ടോക്സിസിറ്റിയിൽ നിന്നെല്ലാം നമ്മൾ മാറി നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത്, നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നരുത്, അത് നമ്മൾ വെജിറ്റേറിയനായി നമ്മളുടെ ബോഡി, പിന്നെ അതിനകത്തുള്ള മൈൻഡ്, നമ്മളുടെ കർമ്മങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ അവരിൽ നിന്ന് വല്ലതും നമുക്ക് ഗെയിൻ ചെയ്യാനോ ഒക്കെയുള്ള നമ്മളുടെ ആ ഒരു കർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയെല്ലാം നിർത്തിയിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക, അതിലൂടെ നല്ല ആയിട്ടുള്ള ഫലങ്ങൾ നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ നമ്മളങ്ങ് ഉയരുന്ന സമയത്ത് വി ആർ ഡിറ്റാച്ചിങ് ഫ്രം എവറിത്തിങ്. അങ്ങനെ നമ്മൾ എല്ലാത്തിൽ നിന്ന് ഡിറ്റാച്ച് ആകുമ്പോൾ വി ആർ അറ്റാച്ചിങ് ടു ദ ഗോഡ്, ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് നമ്മളങ്ങ് ലയിച്ച് ചേരുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് അങ്ങ് ലയിച്ച് ചേരുമ്പോൾ ഈശ്വരൻ ഇങ്ങനെ നമ്മളെ വളരെ പരിശുദ്ധമായി വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പരിലാളിച്ച് എല്ലാ നിമിഷവും കൊണ്ട് നടക്കുക, ഇങ്ങനെ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുക, ഒരു പ്രൊട്ടക്ഷൻ പോലെ അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ്റെ ആ ഒരു പൗച്ചിൽ നമ്മളെ ഇങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കുക. ബാക്കിയുള്ളവർക്ക് യാതൊരു ദോഷങ്ങളായിട്ടുള്ള ടോക്സിക് എനർജി, ബ്ലാക്ക് എനർജി, അങ്ങനത്തെ ഈവിളായി അങ്ങനത്തെ ഒന്നും പതിക്കാതെ നമ്മളെ ഇങ്ങനെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമ്മളെല്ലാം മറക്കും. ആ ഒരു ലെവലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് നമ്മളുടെ ട്വിൻ ഫ്ലെയിം നമ്മളിലേക്ക് എത്തുക. ബിക്കോസ് നമ്മളുടെ സോൾ എന്ന് പറയുന്നത് ആ ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞ ആ ഒരു ലെവലിൽ വന്ന് നമ്മളെല്ലാം ഫുൾഫിൽഡായി ഈശ്വരനുമായിട്ട് ഒരു കണക്ഷൻ വന്ന് അവിടെ നിൽക്കുമ്പോൾ ഈ സോളിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് നിങ്ങളുടെ കൗണ്ടർ ഹാഫ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നത്. കാരണം അതവിടെ ഇതെല്ലാം ഫുൾ ഡിവൈൻ്റെ പ്ലാനാണ്, യൂണിവേഴ്സിൻ്റെ പ്ലാനാണ്. നിങ്ങൾ വളരെ അബണ്ടൻ്റായി, വളരെ ബ്യൂട്ടിഫുള്ളായി, വളരെ പോസിറ്റീവായി, വളരെ പവർഫുള്ളായി എന്തും നേരിടാൻ ഉള്ള ശക്തിയും ധൈര്യവും എല്ലാം സംഭരിച്ച് നിൽക്കുന്ന ഒരു സോളാവുന്ന സമയത്താണ് നിങ്ങളുടെ കൗണ്ടർ ഹാഫും കൂടെ അതേ ഒരു ലെവലിലേക്ക് നിങ്ങളിലേക്ക് വന്ന് രണ്ട് സോളും ഒന്നാവുന്നത്. ഇങ്ങനെയാണ് ട്വിൻ ഫ്ലെയിമിനെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് അട്രാക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു മെറ്റീരിയലായിട്ട് പുറത്ത് കാണുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് വേറെ മറ്റ് റിലേഷൻഷിപ്പിൽ കാർമിക്കോ അല്ലെങ്കിൽ സോൾമേറ്റ്സോ അങ്ങനത്തെ, അല്ലെങ്കിൽ കാർമിക് സോൾമേറ്റ്സോ, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ രണ്ടുപേര് തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നത് പോലെ പലതരത്തിലുള്ള അഫർമേഷൻ, സബ്ലിമെൻസ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്താലൊന്നും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ്സ് യു, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ തന്നെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ട്വിൻ ഫ്ലെയിം ചൈത്രയാത്രയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എൻ്റെ ഗ്രൂപ്പിലുണ്ടായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മറ്റുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര വിശ്വാസയോഗ്യമായി എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഇത് കാണണം കേൾക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം ആ ജേണി എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്, കുറച്ച് ചൂടേറിയതാണ്. അതുകൊണ്ടാണ് ഈ അറിയാവുന്ന കാര്യങ്ങൾ അവരെ ഒന്ന് ഉയർത്തിയെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട്, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കൂടുതൽ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി.